വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ കാർഷിക ബില്ലുകൾ. Even amidst the ruckus, the voting right now is underway over the farm reform. The farm bill passed by both houses. It's set to become a law right now. Unprecedented scenes a little while. We're not going to change like this. കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്നും നടപ്പിലാക്കാതെ കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാതെ നരേന്ദ്രമോദി നയിക്കുന്ന BJP സർക്കാർ ജൂൺ 3-ാം തീയതി 3 ഓർഡിനൻസ് കർഷകദ്രോഹ ഓർഡിനൻസുകൾ കൊണ്ടുവന്ന് ഈ ഓർഡിനൻസ് മൂലകം കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകി എന്ന രീതി ഒരു വലിയ പ്രചരണമാണ് നരേന്ദ്രമോദിയും BJP സർക്കാരും നടത്തുന്നത്. ഈ 3 ഓർഡിനൻസ് അദാനിയും അംബാനിക്കും കോർപ്പറേറ്റ് കൊള്ളക്കും കൂട്ടുനിൽക്കുന്ന ഓർഡിനൻസുകളാണ്. കർഷകർക്ക് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില നൽകും എന്ന് അതിനുവേണ്ടി ഒരു നിയമം ഉണ്ടാക്കാനുള്ള വലിയ രീതിയിൽ കർഷക സമരങ്ങളിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നു വന്നിരുന്നു. 2 ബില്ലുകൾ കർഷക സംഘടനകൾ തന്നെ 250ഓളം കർഷക സംഘടനകൾ ഒന്നിച്ച് കിസാൻ പാർലമെന്റ് വഴി 2 ബില്ലുകൾ തയ്യാറാക്കി അത് പ്രൈവറ്റ് മെമ്പർ ബില്ലായി KK രാഗേഷ് CPIM MP രാജ്യസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നും പരാമർശിക്കാതെ ഈ 3 ഓർഡിനൻസ് കൊണ്ടുവന്നുകൊണ്ട് ഈ 3 ഓർഡിനൻസ് അത് ഒരു ഓർഡിനൻസ് ഇന്നുള്ള റെഗുലേറ്റഡ് മാർക്കറ്റ് ഇല്ലാതാക്കാൻ ഉള്ള ഒരു ശ്രമമാണ്. അത് മാത്രമല്ല ഭാവിയിൽ ഇൻ എ ഗ്രാജുവൽ മാനർ ഈ APMC മാർക്കറ്റുകൾ ഇല്ലാതാക്കുന്ന മാത്രമല്ല സർക്കാർ സംഭരണവും ഇല്ലാതാക്കുന്ന ആ ദിശയിലോട്ടാണ് പോകുന്നത്. അതുകൂടാതെ അവശ്യ വസ്തുക്കളുടെ ആക്ട് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് അത് എത്ര വേണമെങ്കിലും പുഴുത്തി വെക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് വലിയ കമ്പനികൾക്ക് നൽകുന്നത്. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് വാസ് ബ്രോട്ട് ഇൻ 1955 ടു സ്റ്റോപ്പ് ഹോർഡിംഗ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ്. വിലകയറ്റത്തിനെ തടയാൻ വേണ്ടി പുഴുത്തിവെപ്പും കരിഞ്ചന്തയും ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് കൊണ്ടുവന്നത്. അതിന്ന് ഈ അമെൻമെന്റ് മൂലകം ഈ ബില്ല് കൊണ്ടുവന്ന് അത് ഇല്ലാതാക്കുന്ന രീതിയിലാണ്. അദാനിക്കും അംബാനിക്കും എത്ര വേണമെങ്കിലും ലിമിറ്റ്ലെസ് സ്റ്റോറേജ് ക്യാൻ ബി മെയ്ഡ്. ആ ദിശയിലോട്ടാണ് ഇത് പോകുന്നത്. ഓൾസോ ദ കോൺട്രാക്ട് ഫാമിംഗ് bill, the last one is to promote contract farming. This is taking the country towards company raj. So we are opposed to it, and in no way it is freedom for farmers. We have been receiving reports of massive participation in the Pratiyodh Divas in Haryana, Punjab, in Karnataka, Tamil Nadu, in different parts of India, even far-flung regions. We are having protests against this. Working class has come together. All the central trade unions have come together. This government, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJPയെ പിന്തുണച്ചുകൊണ്ട് നിന്ന അകാലിദൾ ഏറ്റവും പഴയ ഒരു ally, they have come out against it. Different political parties, Telangana Rashtriya Samiti, different state governments, federal rights of states are being violated. ഒരു സംസ്ഥാന സർക്കാരിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയിൽ ആണ് ഈ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെതിരെ വലിയ രീതിയിൽ വ്യാപകമായ പ്രതിരോധമാണ് ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഈ നിയമങ്ങൾക്കെതിരെ ഒരു നോൺ കോഓപ്പറേഷൻ അഗൈൻസ്റ്റ് ദിസ്
bills will be shown by the farmers of our country. We challenge the government. Let us see how it will be implemented. It is also to be noted why we are saying it is a corporate, promoting corporate loot. Already Adani Agri Logistics, they have come to an understanding with the Food Corporation of India. They are taking the food grains for storage. The reliance is coming in the form of Geo Krishi. So they are all seeing, and there is also talk about from farm to fork. You know who uses the fork? It is the super rich in India who use the forks. It is not the poor. We are saying that demand is not being met by this government. The MSP announced just 2 days back for the Rabi crops also does not meet the cost of production. That is the hypocrisy of this government. We oppose it and we are going to fight it. നമ്മുടെ ഭരണഘടന അനുച്ഛേദം 123 പ്രകാരം ഭരണകക്ഷിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഓർഡിനൻസിനെ എതിർക്കാനുള്ള അധികാരം പ്രതിപക്ഷത്തിന് നൽകുന്നുണ്ട്. ആ അധികാരത്തിന്റെ പേരാണ് സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ. ഭരണഘടനയുടെ അനുച്ഛേദം 123(1)(2)(a) അനുസരിച്ചാണ് ഈ അധികാരം. സ്റ്റാറ്റ്യൂട്ട് റെസൊല്യൂഷനും ഒന്നിച്ച് ചർച്ചക്കെടുത്തതിന് ശേഷം ബില്ലിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ സ്റ്റാറ്റ്യൂട്ട് റെസൊല്യൂഷന്റെ മേലെ ഞാൻ വോട്ടിംഗ് ആവശ്യപ്പെട്ടു. പക്ഷെ അത് കേൾക്കാൻ ചെയറിലിരിക്കുന്ന ഡെപ്യൂട്ടി ചെയർമാൻ തയ്യാറായില്ല. അദ്ദേഹം വോയിസ് വോട്ടിലൂടെ, ശബ്ദ വോട്ടിലൂടെ സ്റ്റാറ്റ്യൂട്ട് റെസൊല്യൂഷൻ തള്ളപ്പെട്ടതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതോടുകൂടിയാണ് സഭ പ്രക്ഷുബ്ധമായത്. പാർലമെന്ററി നടപടിക്രമം അനുസരിച്ച് ഏതെങ്കിലും ഒരു അംഗം, ഒരാൾ എങ്കിലും ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ, വോട്ടിങ്ങിന് ആവശ്യപ്പെട്ടാൽ വോട്ടിംഗ് നടത്തണമെന്നാണ് ചട്ടം. ആ ചട്ടത്തെ മറികടന്നുകൊണ്ടാണ്, ആ ചട്ടത്തെ മാനിക്കാതെയാണ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ വോട്ടിംഗ് നടപടികളൊന്നും ഇല്ലാതെ ഇത് പാസ്സാക്കാൻ വേണ്ടി നോക്കിയത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പ്രധാനമായും 4 കക്ഷികൾ, BJD, അതുപോലെ തന്നെ TRS, അതോടൊപ്പം AIADMK, അതുപോലെ അകാലിദൾ, ഈ 4 കക്ഷികൾ എല്ലാ നിർണായക ഘട്ടത്തിലും സർക്കാരിന്റെ കൂടെയായിരുന്നു. എന്നാൽ ഈ ബില്ലിന്റെ കാര്യത്തിൽ അവർ നാട്ടിൽ നടക്കുന്ന കർഷക സമരങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ശക്തമായ പ്രഷറുണ്ട്, സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദം കാരണം അവർ BJP സർക്കാരിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു. അവർ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടുന്നതിന്റെ കൂടെയാണ് ഞങ്ങളത് പരസ്യമായി പ്രഖ്യാപിച്ചത്. അതോടുകൂടി ഈ ബില്ല് പാസ്സാവില്ല എന്ന് അവർക്ക് കൃത്യമായി ബുദ്ധിയായി. ആ പശ്ചാത്തലത്തിലാണ് 1:15, 1 മണിക്ക് പാർലമെന്റ് പിരിയേണ്ടതാണ്. താങ്കൾ മനസ്സിലാക്കണം, 1 മണിക്ക് പാർലമെന്റ് പിരിയേണ്ടതാണ്. 1 മണി കഴിഞ്ഞ് 1:15 ബില്ല് പാസ്സാക്കുന്ന നടപടികൾ എടുക്കുന്നത്. അതിനുശേഷം 3 മണിക്ക് എല്ലാം സാനിറ്റൈസ് ചെയ്ത് വൃത്തിയാക്കി ലോക്സഭ ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ ഈ ചെറിയ ഞങ്ങളാണെങ്കിൽ ഇതിന് പുറമെ 3 ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള 3 പ്രമേയങ്ങൾ, ഒന്ന് ഞാൻ കൊടുത്തത്, മറ്റൊന്ന് തിരിച്ച് ശിവ നൽകിയത്, അതുപോലെ തന്നെ ഡെറിക് ഒബ്രോയൻ നൽകിയത്, 3 പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു. അത് 3ഉം വോട്ടിനിടണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അതുപോലെ സ്റ്റാറ്റ്യൂട്ട് റെസൊല്യൂഷൻ വോട്ടിനിടണമെന്ന് തീരുമാനിച്ചതാണ്. 28 ഭേദഗതികളുണ്ടായിരുന്നു. ആ 28 ഭേദഗതികളും വോട്ടിനിടണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം പാർലമെന്റിൽ ഇപ്പോൾ ഉള്ള, ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ചേർന്നിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്, MP-മാർ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ ഇതെല്ലാം പാസ്സാക്കി എടുക്കണമെങ്കിൽ തന്നെ, ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ തന്നെ 1.5 ദിവസം 2 ദിവസം വേണ്ടി വരും. കാരണം ഒരു വോട്ടിങ്ങിന് തന്നെ ഏതാണ്ട് അരമണിക്കൂർ എടുക്കും. അപ്പോൾ എത്ര സമയം വേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ MP-മാർക്കുള്ള ചട്ടം ഇതൊന്നും പാലിക്കാതെ അങ്ങേയറ്റം ഏകപക്ഷീയമായി ജനാധിപത്യ വിരുദ്ധമായി ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോയത്. അവർക്കറിയാം ഈ ബില്ല് പാസ്സാവില്ല. അപ്പോൾ അങ്ങേയറ്റം ഫാസിസ്റ്റിക്, അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഈ ബില്ല് നടപടിക്രമങ്ങളുമായിട്ട് പോയത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്, പാർലമെന്റിനകത്തുള്ള പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾക്ക് വരേണ്ടി വന്നത്. സാധാരണമായ ഒരു സമരമായിരുന്നു അത്. അസാധാരണമായ സമരം സ്വാഭാവികമായും ഉണ്ടാകും. കാരണം സാഹചര്യവും അസാധാരണമായിരുന്നു. നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കുന്ന, പാർലമെന്ററി മര്യാദകളെ അട്ടിമറിക്കുന്ന, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ അസാധാരണമായ സമരത്തിലേക്ക് പോവുകയാണ്. ബില്ലുകൾ
ആ ബില്ലുകൾ കർഷകരെ മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിന് വളരെ ദീർഘകാല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന 3 ബില്ലുകളാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ മൃഗീയ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഭരണഘടനാപരമായ പാർലമെന്ററി തത്വങ്ങളെയും നോംസിനെയും ഒക്കെ ലംഘിച്ചുകൊണ്ട് മോഡി ഗവൺമെന്റ് പാസ്സാക്കിയത്. ഇതിൽ പ്രധാനമായിട്ടും പറയുമ്പോൾ ഒന്ന്, ഈ കർഷകരെ മുഴുവൻ ഭിക്ഷക്കാരാക്കുന്ന, രാജ്യത്തിന്റെ മുഴുവനും അന്നദാതാക്കളായ കർഷകരെ ഭിക്ഷക്കാരാക്കുന്ന രീതിയിലാണ്. കോർപ്പറേറ്റുകളുമായി വില പേശേണ്ട ഒരു ഗതികേടിലേക്ക്, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്തിച്ചേരേണ്ട ഒരു ഗതികേടിലേക്ക് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ചെറുകിട കർഷകർ, എല്ലാവരും വലിയ കർഷകരല്ല, വൻകിട കർഷകരല്ല, കൊച്ചു കർഷകരാണ്, ചെറുകിട കർഷകരാണ് മഹാഭൂരിപക്ഷവും. അവരുടെ ജീവിതം വലിയൊരു ചോദ്യചിഹ്നമാകുക. കാരണം അവരുടെ ഈ ചെറിയ രീതിയിലുള്ള കൃഷിയാണ് അവരുടെ ഉപജീവനം എന്ന് പറയുന്നത്. ആ ഉപജീവനത്തെ ഒന്നടങ്കം ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന ഒന്നാണത്. രണ്ടാമത്, ഈ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിന്റെ അകത്ത് നിന്ന് അവശ്യ വസ്തുക്കളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവിടെയെല്ലാം വൻ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ആ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൽ അവശ്യ വസ്തു ഭേദഗതി നിയമത്തിലൂടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വില എത്ര വേണം നമുക്കറിയാം. പെട്രോളിയം പ്രോഡക്റ്റിന്റെ വിലയിൽ നിന്നും ആ രംഗത്ത് അതിന്റെ നിയന്ത്രണത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയത് കൊണ്ട് ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കുറയുമ്പോൾ പോലും വില കുറയാതിരിക്കുന്ന സാഹചര്യം ഇതൊക്കെ നമുക്ക് അനുഭവമാണ്. ആ അനുഭവം വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ഈ രീതിയിൽ അവശ്യ വസ്തുക്കളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന, അത് വാങ്ങി കുന്നുകൂട്ടുന്ന കോർപ്പറേറ്റുകൾക്ക് ലാഭം ഉണ്ടാക്കുന്നത് സുനിശ്ചിതമാക്കുന്നതിനുള്ളൊരു നിയമമായി അത് മാറിയിരിക്കുകയാണ്. ആ രീതിയിൽ നോക്കിയാൽ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു എന്ന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന നാളുകളിൽ റേഷൻ വ്യവസ്ഥ തന്നെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും. കാരണം മിനിമം സപ്പോർട്ട് പ്രൈസ് അത് അനൗൺസ് ചെയ്തുകൊണ്ട് സർക്കാർ കർഷകന്റെ കയ്യിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ അങ്ങനെ വാങ്ങാൻ നിർബന്ധിതമാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി, റേഷൻ കട വഴി റേഷൻ വിതരണം ചെയ്യണമെന്നുള്ള ഒരു കാരണമാണ് പ്രധാനമായും ഉള്ളത്. അതുവഴിയാണ് FCI ഗോഡൌണിലെല്ലാം ശേഖരിച്ചു വെച്ചുകൊണ്ട് ഇത് സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ഇപ്പൊ സർക്കാർ ആ മേഖലയിൽ നിന്നും, ഇതുവരെയും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് പിന്മാറ്റം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പൊ ഈ മേഖലയിൽ നിന്നും പിന്മാറി അത് മുഴുവനും കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ വ്യവസ്ഥ തന്നെ അട്ടിമറിക്കപ്പെടും വരുന്ന ആളുകളിൽ. അതിന്റെ ഒരു ദുരന്ത ഫലം എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിൽ പോലും ധാന്യങ്ങൾ, അരിയും ഗോതമ്പും ഒന്നും ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം, ഉള്ളതിന് തന്നെ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഇന്ന് നിലവിലുള്ള പട്ടിണിയും ദാരിദ്ര്യവും അതൊന്നുകൂടി വർദ്ധിപ്പിക്കുകയും പട്ടിണി മരണങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടിയുള്ള ദേശവിരുദ്ധമാണ്, ജനവിരുദ്ധമാണ് എന്ന് പറയാതെ പോകും. हो चुके न जो कर चुके ने एक इलाका तोड़ के गिनती किसान जो किन्ने टप्पियां वो पिछे आ रही हैं। मोदी सरकार मुर्दाबाद। അമിത്ഷാ മോഡി കൂട്ടുകെട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ ഒരു പാഠം പഠിപ്പിക്കുക, അതേപോലെ തന്നെ ഈ പ്രക്ഷോഭങ്ങൾക്കൊക്കെ പിന്തുണ കൊടുക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്ത, ഇതൊരു ഇഷ്യൂ ആണ് എന്ന് രാജ്യം മുഴുവനും ജനങ്ങളോട് പറഞ്ഞ ഇടതുപക്ഷ പാർട്ടിയുടെ നേതാക്കൾ, ഇടതുപക്ഷ പാർട്ടിയുമായി പ്രവർത്തിക്കുന്നവർ, ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുന്നവർ, ഇവരൊക്കെ തന്നെ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്ത്, ഇപ്പൊ അഞ്ജലി ഭരദ്വാജിനെ എടുത്താൽ
അവര് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി വേണം ഗവൺമെന്റിൽ എന്ന് പറയുന്ന ആവർത്തി എത്രയോ വർഷങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇത് ഇലക്ടറൽ ബോണ്ട്സ് വന്നപ്പോൾ അതിന്റെ ഉറവിടം, ആ പണം ആര് കൊടുക്കുന്നു, എത്ര കൊടുക്കുന്നു, അതിന്റെ ഉറവിടം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ അതുപോലെ PM കെയർ ഫണ്ട് ഏറ്റവും അവസാനത്തെ പറഞ്ഞാൽ ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ട്രാൻസ്പെറൻസി, സുതാര്യത, ഭരണത്തിൽ സുതാര്യത വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും വ്യക്തികളുമാണ്. അഞ്ജലി ഭരദ്വാജ് ആയിരുന്നാലും ശരി, ഹർഷ് മന്ദർ ആയിരുന്നാലും ഒക്കെ തന്നെ അവർക്ക് അവരുടെ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഉള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുക. അപ്പൊ ഇവരെ ഈ ഇടതുപക്ഷത്തെയും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഗവൺമെന്റിനെ വിമർശിക്കുകയും അവരുടെ ജനവിരുദ്ധ നയങ്ങളെ എതിർക്കുകയും ചെയ്യുന്നവരെയും ഒക്കെ നിശബ്ദരാക്കുക. അതുവഴി ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കുക, നോക്ക് നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ എതിരായിട്ടൊക്കെ കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ ഇവർ ധരിക്കുന്നത്, ജനങ്ങൾ വിചാരിക്കുകയോ അവർക്കെതിരെ കേസ് വന്നാൽ ഇപ്പം നമ്മളൊരു സമരം ചെയ്താൽ എന്താകും, അതുകൊണ്ട് ഇനി നമ്മൾ സമരത്തിനൊന്നും പോകുന്നില്ല എന്ന ഒരു നിലയിലേക്ക് ജനങ്ങളുടെ മാനസികാവസ്ഥ ഒരു ഭയപ്പെടുത്തി അവരെ കൂടി അടക്കി നിർത്തുക എന്നുള്ള ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമായാണ്. എന്തായാലും ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഗവൺമെന്റിനെതിരെ പറയുന്നതിനാണ്. വീണ്ടും ഇനി എത്ര കേസുണ്ടായാലും ജനവിരുദ്ധ നടപടികൾക്കും നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ തീർച്ചയായും ഇനിയും തുടരും പ്രസംഗം, ഇനിയും തുടരും പ്രക്ഷോഭം എന്നേ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളൂ. किसान विरोधी कानून वापस लो, किसान विरोधी कानून वापस लो, जन विरोधी कानून वापस लो, जन विरोधी कानून वापस लो। मोदी तेरी धक्केशाही नहीं चलेगी, नहीं चलेगी, नहीं चलेगी। मोदी तेरी गुंडागर्दी नहीं चलेगी, नहीं चलेगी, नहीं चलेगी। जिंदाबाद, जिंदाबाद, जिंदाबाद। ഇതില് പ്രധാനമന്ത്രി ഇപ്പൊ പറയുന്നത് MSP ഞങ്ങൾ നിലനിർത്തുമെന്നാണ്. അങ്ങേയറ്റം വഞ്ചനയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് പുറത്തു വരുന്നത്. MSP മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് എവിടെയാ കൊടുക്കുന്നത്? 23 കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് MSP പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രഖ്യാപിച്ചതിൽ തന്നെ പ്രധാനമായി സംഭരിക്കുന്നത് അരിയും ഗോതമ്പും മാത്രമാണ്. MSP കൊടുക്കുന്ന ഇപ്പോഴുള്ള നിലവിലുള്ള നിയമം അനുസരിച്ച് MSP കൊടുക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമ്പോഴാണ്. നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് മേലെ MSP പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണ സ്വകാര്യ കച്ചവടക്കാർ ആ ഉൽപ്പന്നം പോയിട്ട് വാങ്ങുന്ന സമയത്ത് MSP കൊടുക്കാൻ എവിടെ നിയമമുണ്ടോ? നിയമമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും MSP ലഭിക്കില്ല. ഈ 2 ഉൽപ്പന്നങ്ങൾ മാത്രമാണ് സംഭരിക്കുന്നത്, അതിന് മാത്രമേ MSP ലഭിക്കുന്നുള്ളൂ. പിന്നെ ചില സംസ്ഥാനങ്ങളിൽ മറ്റു ചില ഉൽപ്പന്നങ്ങൾ അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമായി 2 ഉൽപ്പന്നങ്ങൾ ആ സംഭരിക്കുന്നത് ആവട്ടെ FCIയുടെ കണക്ക് താങ്കൾ എടുത്ത് നോക്കൂ. FCIയുടെ ഡാറ്റയിൽ പറയുന്നത് ഏതാണ്ട് 30-32% ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലും ഗോതമ്പും മാത്രമേ സംഭരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും കൃഷിക്കാര് പൊതുമാർക്കറ്റിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. വിൽക്കുന്ന സമയത്ത് അവർക്ക് MSP പോലും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവര് ഈ സംഭരണത്തിന് കൊടുക്കാത്തത്? കാരണം മറ്റൊന്നുമല്ല, ഇത് സംഭരിക്കാനുള്ള സംവിധാനം രാജ്യത്ത് വിപുലമായ രീതിയിലില്ല, ചിലയിടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സംഭരിക്കുന്നത്. അപ്പൊ ഇതാണ് വസ്തുത. ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് മാത്രമേ MSP ലഭിക്കൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബില്ലിൽ പ്രധാനമായും 3 ഭേദഗതികൾ നിർദ്ദേശിച്ചു. എന്റെ ഭേദഗതിയായിരുന്നു 3 ഭേദഗതി. ആ ഭേദഗതികൾ എല്ലാ പാർട്ടികളും അംഗീകരിച്ചു. പ്രതിപക്ഷം ഒന്നടങ്കം അംഗീകരിച്ചു. ഞാൻ ആ ഭേദഗതിയുടെ കോപ്പി മറ്റ് പാർട്ടിക്കാർക്ക് കൊടുത്തു. അവരെല്ലാവരും അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്ന നിലയുണ്ട്. ഒന്നാമത്തെ ഭേദഗതി, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും MSP പ്രഖ്യാപിക്കുക, ഗവൺമെന്റ് പ്രഖ്യാപിക്കും എന്നൊരു വ്യവസ്ഥ ഈ ബില്ലിൽ വെക്കും. രണ്ടാമത്തത്, സ്വകാര്യ വ്യക്തിയോ കമ്പനിയോ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ കമ്പനികളോ ആരായാലും കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുമ്പോൾ
ആ MSP-യിൽ കുറഞ്ഞ വിലക്ക് വാങ്ങരുത് എന്ന വ്യവസ്ഥ വെക്കുക. മിനിമം MSP എങ്കിലും നൽകണം എന്ന വ്യവസ്ഥ വെക്കുക. മൂന്നാമത്തത്, ഇങ്ങനെ മിനിമം MSP നൽകാതെ സപ്പോർട്ട് പ്രൈസിന് അനുസരിച്ചുള്ള വില നൽകാതെ വാങ്ങിക്കഴിഞ്ഞാൽ അവരെ ക്രിമിനലായും സിവിലായും അത്തരം കമ്പനികൾക്കെതിരായി വ്യക്തികൾക്കെതിരായിട്ട് നടപടിയെടുക്കാനുള്ള വ്യവസ്ഥ കൂടി ബില്ലിൽ വെക്കുക. ഇത് മൂന്നാണ് ക്രൂഷ്യലായിട്ടുള്ള ഭേദഗതിയാണ്. അത് കോൺട്രാക്ട് ഫാമിങ്ങിലേക്ക് പോകുന്ന സമയത്ത് പ്രൈസ് നിശ്ചയിക്കുമ്പോൾ ബെഞ്ച് മാർക്ക് പ്രൈസ് എന്നുള്ള നിലയിൽ MSP വെക്കണം. ഈ വ്യവസ്ഥ കോൺട്രാക്ട് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട ബില്ലിലും വരണം. അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റുകൾക്ക് തോന്നിയതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്ന രണ്ടാമത്തെ ബില്ലിലും വരണം. ഇങ്ങനെ 3 ഭേദഗതി ക്രൂഷ്യലായിട്ടുള്ള ഭേദഗതി. അതിന് പുറമെ 5-8 ഭേദഗതികൾ വേറെയുണ്ട്. പക്ഷേ ഇത് 3 ക്രൂഷ്യലായിരുന്നു. അത് അംഗീകരിക്കല്ലേ വേണ്ടത്. MSP ഉറപ്പുവരുത്തണമെന്ന് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അംഗീകരിക്കണ്ടേ? കാരണം MSP എന്ന് പറയുന്നത് ഇപ്പൊ ഗവൺമെന്റ് പ്രൊക്യൂർമെന്റിന് മാത്രമേ MSP ഉള്ളൂ. ഈ നിയമം കൊണ്ടുവരുന്നത് സർക്കാർ പ്രൊക്യൂർമെന്റിനല്ല, സർക്കാർ സംഭരണത്തിലല്ല, മറിച്ച് കോർപ്പറേറ്റ് സംഭരണത്തിനാണ്. അപ്പൊ ആ കോർപ്പറേറ്റ് സംഭരണത്തിലേക്ക് പോകുമ്പോൾ അവിടെ മിനിമം സപ്പോർട്ട് പ്രൈസ് കൃഷിക്കാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം. അതാണ് പ്രധാനമന്ത്രി കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം നാണം കെട്ട രീതിയിൽ, പരിഹാസ്യമായ രീതിയിൽ MSP തുടരെന്ന് പറഞ്ഞ് 50 രൂപ കൂടുതൽ ഗോതമ്പിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് അസംബന്ധമാണ്. ഞങ്ങൾ അത് പറഞ്ഞിട്ടേ ഇല്ല. അത് സർക്കാർ സംഭരണത്തിന്റെ കാര്യമാണ്. അത് വേറെ നിയമമാണ്. ഇത് സ്വകാര്യ സംഭരണം, കോർപ്പറേറ്റ് സംഭരണത്തിൽ നിങ്ങൾ MSP വെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ആര് നൽകും? സർക്കാർ പ്രഖ്യാപിച്ചാൽ കോർപ്പറേറ്റുകൾ കൊണ്ടുപോയി MSP നൽകുമോ? നൽകാനുള്ള വ്യവസ്ഥ എവിടെ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. तुम जो कितना भी देश को डिजिटल कर देना, गूगल से रोटी डाउनलोड कोई नहीं कर सकता। ये किसान ही रोटी पैदा करेगा। अगर करा सकते तो करा लो, वरना भूख के मार देंगे, आग लगा देंगे फसल में। हे नागपुर या भेज लियो वे कच्चेदारी बनियान वाले बॉर्डर पे, अगर हमने अपने बेटों को बुला लिया तो RSS वाले चले जाइए वहाँ, जो नागपुर का आदेश या दे रहे हमें। हम तो किसान के बेटे वहाँ भी लड़ेंगे। संघर्ष का कोई उम्र नहीं होता है। जब असफाउल्लाह खान जब 19 साल की उम्र में फांसी पे चढ़ सकते हैं तो हम तो 16 साल के हैं। काहे किसान विरोध कर रही है बताओ तो? किसान इसलिए विरोध कर रहे हैं, एक समय ये कहते हैं कि हम मंडी सिस्टम नहीं खत्म करेंगे, फिर कहते हैं APMC भी हम लागू करेंगे। आप क्या करना चाहते हैं? आपकी मंशा क्या है? एक तरफ कह रहे हैं कि हम लाएंगे प्राइवेट कंपनियों को जिससे इन्वेस्टमेंट बढ़ेगा। अरे जब MSP सरकार ठीक से रेट नहीं दे पा रही है तो प्राइवेट कंपनी और देगी? आपको लगता है?
16 रुपए। धोनी के फार्मिंग से निकलता है टमाटर 40 रुपए 50 रुपए किलो, और किसान का टमाटर 5 रुपए किलो खरीदने को तैयार नहीं है। और प्राइवेट ब्रांड में हो गया, धोनी ब्रांड हो गया। का है धोनी भी तो भारत में इंसान है ना, है जिसे किसान नहीं। वी द पीपल ऑफ इंडिया, यहाँ आई द पीपल ऑफ इंडिया नहीं चलता है। पढ़ाई करते हो? हाँ। कहाँ पर? एन कॉलेज के छात्र हैं, आर्ट्स एंड ह्यूमैनिटीज से स्कूलिंग स्टडीज कर रहे हैं। हाँ। तो संघर्ष करते रहते हो? हाँ, संघर्ष। कहाँ मकान? मेरा घर हुआ गर्दनी बाग में। गर्दनी बाग। जी क्या नाम है? पापा का नाम हुआ विजय कुमार लाल। विजय कुमार लाल। वो क्या करते हैं? वो भी मजदूर हैं। इसीलिए नेता भी हैं बाबूजी? नहीं, नेता नहीं है। तो कैसे मन किया कि नेतागिरी करें छात्र? नेतागिरी क्यों नहीं करेंगे जब मजदूर की आवाज के उठाने के लिए मजदूर का ना बेटा सामने आएगा, थोड़े अंबानी का बेटा सामने आएगा, थोड़े धोनी का बेटा सामने आएगा, मजदूर का बेटा ना सामने आएगा। इसीलिए मजदूर का बेटा है। हम जानते हैं क्या किसान का दर्द होता है, क्या मजदूर का दर्द होता है। जब अंबानी का बेटा दिवाली मनाता है 7 स्टार से, हम लोग बीड़ी पटाखा भी नहीं फोड़ पाते हैं। ये अंतर है भारत के में क्लास का। तो हम क्यों नहीं संघर्ष करें? हम मजदूर का बेटा है, और हम भी चाहते हैं कि जैसे अंबानी का बेटा कॉर्पोरेट खोले हुए उस तरह से हमको भी अधिकार मिले। उसके लिए हमें संघर्ष करना होगा, कि जब तक संघर्ष नहीं करेंगे तब तक आगे नहीं बढ़ेंगे। और रही बात कृषि बिल की, जब तक खाएंगे नहीं तब तक संघर्ष कैसे करेंगे? इसीलिए अन्नदाता हमारे लिए भगवान स्वरूप है। भगवान को सब राज प्रबंध मुर्दाबाद। लाला लाल हुकुम आई रखोल को मोदी सरकार मुर्दाबाद, मोदी सरकार मुर्दाबाद, मोदी सरकार मुर्दाबाद, मोदी सरकार मुर्दाबाद। लाजिम है कि हम भी देखेंगे, हम देखेंगे, हम देखेंगे। लाजिम है कि हम भी देखेंगे, हम देखेंगे। वो दिन के जिसका वादा है हम। मोदी प्रधानमंत्री ये हमारे विरुद्ध जो कानून बनाए हैं वो वापस नहीं लेता। उतनी देर तक जहाँ लंगर चलते रहेंगे, रोटी खाना सब चलता रहेगा, जो मर्जी खाए, जो किसी को नहीं पूछा जाता कौन खा रहा है, सारी दिल्ली खाए चाहे। इतना गुरु नानक साहब का लंगर इतना बलवान है। ये ऐसी मशीनें और भी लेके आएंगे। ऐसी ये भाप से बन रही है, स्टीम से। ये स्टीम से दाल सब्जी बनती है। 15-20 मिनट में ये 2000 बंदे का खाना बन जाता है, 15-20 मिनट में तैयार हो जाता है। ऐसी मशीनें और आ जाएंगी। जितनी देर तक जमींदारों का काला कानून वापस नहीं लेते, हमें संतुष्टि नहीं होती। हमें मारना छोड़ते नहीं हैं किसानों को, उतनी देर तक ये आंदोलन ऐसे चलता रहेगा। ये पक्का है। ये सिख कौम है, ये हरियाणा और पंजाब है, ये पीछे भागने वाले नहीं हैं। ये बिहार नहीं है कि जैसे मर्जी उनको दबा लिया, यूपी को दबा लिया। उनका वहाँ 800 रुपये खरीद रहे हैं धान, इधर 1800 रुपये बेच रहे हैं ले आके। ऐसा नहीं होगा, हेराफेरी नहीं करने देंगे हम मजबूत हैं, हम गुरु के सिख हैं, सिंह हैं। हम नहीं डोलेंगे, हम इसको भगा के छोड़ेंगे। हाँ, जहाँ हर चीज़ मिल रही है, मिलती रहेगी। चाहे सारा इंडिया खाए रोटी, जहाँ से खाना खाए, ये कभी खत्म नहीं होगा। ये गुरु का लंगर है, ये गुरु ने भेज रहा है। ट्रकों से ट्रक आएंगे, ये 24 घंटे, आपको पता है गुरुद्वारों में भी 24 घंटे चलता है। ये सोचते होंगे कि ये लाला कौम है, भाग जाएगी। नहीं,
हम भागने वाले नहीं हैं, डट के मुकाबला करेंगे। हम अपनी ज़मीनें नहीं जाने देंगे। हमें लूटना चाहते हैं, ये बड़े बड़े घरानों को फायदा करना चाहता है प्रधानमंत्री। इसको क्या पता हमें इसका नुकसान है, किसानी का क्या मतलब है, इनको क्या पता। ये हमें पता है हमारा नुकसान हो रहा है, नुकसान करेंगे ये। उनको बड़े बड़े घरानों को फायदा करने लगा है ये, ठीक है ना। हाँ, इसलिए हम इसका विरोध करते हैं और हम डट के इनका मुकाबला करेंगे। जितनी देर कानून बात नहीं रहता हम बिल्कुल से डटेंगे। जब जुल्मों सितम के कोहे गरा, जब जुल्मों सितम के कोहे गरा रूई की तरह उड़ जाएंगे, रूई की तरह उड़ जाएंगे। हम महकूमों के पांव तले ये धरती धड़ धड़ धड़केगी। जैसे उसमें फुर्ती होती है, अच्छी स्पिरिट होती है, तो निहंग का मतलब ये है। तो आपको ये प्रोटेस्ट के मतलब बारे में क्या बोलना चाहते हैं, इसका फ्यूचर क्या है? हम ये फील करना चाहते हैं कि लोगों को मोदी का डट के विरोध करें, ठीक है। जो 3 काले कानून हैं उनका हमें विरोध करना है। मोदी ने ये 3 काले कानून बनाए हैं, वो भी अंडानी अंबानी के लिए। उन्होंने अपने कॉरपोरेट के लिए बनाए, प्राइवेट सेक्टर में अनाज जमा करके रखेंगे। वो देखो, ये एक किसान से 10 रुपये की चीज़ लेता है, वो अनाज जो, तो वो अपने मॉल में 50 की बेचता है, वो रैपर में बंद करके। तो ये शरेआम वो हो रहा है, धक्का हो रहा है, तो इसलिए हम इसका विरोध कर रहे हैं। जानते हो सारा दिन इस करके गुरु कृपा करे। ये बदमाश है गुजरात का, जिसने कत्ल किया, जिसने इसको कड़ी पार किया था, वो मरवा दिया जज। मोदी कहना तेरे जोगी, ये बीजेपी की दमड़ी है कंगना। इसको ठेल लगाया मैंने 20 रुपये, क्यों लगाया? जो हमारी माँ बहन यहाँ पे बना रही है ना, सेवा कर रही है, उनको बोलती है 100 रुपये दिहाड़ी पे आई है, तब हमने इसका मूल्य रखा 20 रुपये, सेल है। ये हमारे पंजाब के MP हैं यहाँ पे दिल्ली में, सनी देओल, जानते हो क्या? ये इसको बनाया सनी देओल, मोदी का पंजाबी कुत्ता। ये फिल्में बनाता है कुर्बानियों की, दलेरों की। जब इसकी बारी आई, पंजाब वालों ने बोला इसको तो दे दे, क्या नाम उसका, इस्तीफा, तो इसका मुंह निकल गया, ये गूंगा हो गया। हम इससे पूछते हैं, बोल तेन की चाहिए, अभी दिने काली भुख है तेन, ठीक है बेटा। ये आ गया अपना खच्चर है, खच्चर है, मैं खच्चर बनाया, तेरा की बनूंगा। इन्हें बेटा इन्हें 26 नवंबर को जो ही पंजाब चो आए ना, शंभू बैरीयर से प्लास्टिक दी गोलियां मारिया, अथरू गैस के गोले छे, लाठी मारी, पानी की बुछारा की, 80 की स्पीड से पानी मारा इन्हें। मुंडे जख्मी हुए 200-250, पर कोई गल नहीं, मुंडे ठीक ठाक है। उस बात की बड़ी किरपा है। कंजर वड्डा देश का कलंक साडा, मैं इनू गाल नहीं कढ़ागा, मैं अपना रिश्ता दस लगा, ये लगता मेरा साला है। किवें मोदी खुश है, ठीक है, फर्ज है साडा पूछना खुश है। देश का कलंक मोदी, इनू अनपढ़ है बेटा, साडी गलती, इनू असीं बनाता, पर इनू अनपढ़ पाए भी इनू दिखता जीना। कोई जीन पाए, कोई जो मर्जी पाए, देश के प्रधानमंत्री की दर्द है।
ਹੁਣ ਇਹ ਕਹਿੰਦਾ ਕਿਸਾਨਾਂ ਦੇ ਕਿਸਾਨ ਨਹੀਂ ਹੈਗੇ, ਉਹਦੇ ਮੁੰਡੇ ਜੀਨਾਂ ਪਾਉਂਦੇ ਆ, ਇਹਦੇ ਮੁੰਡੇ ਪੀਜੇ ਖਾਂਦੇ। ਇਹ ਪ੍ਰਧਾਨ ਮੰਤਰੀ ਦੇ ਲਾਉਂਦੇ ਇਹ ਦਫੜੇ ਲਾਉਂਦੇ ਇਹੋ ਜਿਹੇ ਦੇ ਵੀ ਇਹ ਜੀਨਾਂ ਦੇਖਣ ਡਿਆ। ਇੱਥੇ ਕਿਸਾਨ ਕਿੱਦਾਂ 2-3 ਮਹੀਨੇ ਤੋਂ ਬੈਠਾ ਤੇ ਇਹਨੂੰ ਜ਼ਮੀਨਾਂ ਜੀਨਾਂ ਦੇਖਣ ਡੀਆਂ। ਚਲੋ ਕੋਈ ਗੱਲ ਨਹੀਂ, ਹੈ ਇਹ ਬਰਮਾਰ ਦਾ ਬੇਟਾ, ਇਹਨੂੰ ਕੋਈ ਪੋਲੀਟੀਸ਼ੀਅਨ ਨਹੀਂ ਹੈਗਾ, ਚਾਹ ਵੇਚਦਾ ਹੀ ਜੇਲ੍ਹ ਵੇਚਣ ਲੱਗ ਗਿਆ। ਇਹ ਬੇਟਾ ਜੋਗੀ ਯੂਪੀ ਦਾ ਮੁੱਖ ਮੰਤਰੀ, ਵੱਡਾ ਟੱਲਾ ਬਦਮਾਸ਼, ਇਹਨੂੰ ਵੀ ਕਾਲੀ ਮੰਨਣਾ ਚਾਹੀਦਾ। ਇਹ ਸਾਡੇ ਹੰਸਰਾਜ ਸਿੰਘਲ ਪੰਜਾਬ ਦੇ ਮੰਨੇ ਚੰਗੇ, ਚੰਗਾ ਮਾਣ ਸਨਮਾਨ ਮਿਲਿਆ ਇਹਨੂੰ। ਇਹ ਗੋਰਾ ਕਾਂ ਹੈ ਮੋਦੀ ਦਾ, ਪੰਜਾਬ ਦਾ ਬੇਅਕਲ ਹੰਸਰਾਜ ਹੰਸ, ਸ਼ਰਮ ਦਾ ਘਾਟਾ, ਇਹ ਸ਼ਰਮ ਬੇਸ਼ਰਮ ਮੋਦੀ ਦੇ ਗੋਰੇ ਕਾਂ। ਤੂੰ ਵੀ ਮੂੰਹ ਬੋਲ ਕੀ ਮੰਗਦਾ ਹੈ ਗੱਦਾਰਾ। ਆ ਲਿਖਿਆ ਮੈਂ RSS, आपको पता है गुजरात में ये बड़े गंदे, पता कौन कौन है? मोदी, शाह, योगी, खट्टर, दिल्ली कंगना भी आ गई है। लिखा किसान मजदूर एकता जिंदाबाद, हिंदू मुस्लिम सिख ईसाई सारे ही है भाई भाई, यहाँ पे हैं सब, सेवा कर रहे हैं सब। मोदी पीले काले कानून रद्द कर। मोदी कानून लारे ना ला, लारा समझदा, लारा मीन्स बेवकूफ ना बना बार बार, भाई जो करना कर। तो लारे बोलते नहीं, कभी बुलाता है मानता नहीं। फोटो लेनी है, फोटो लेनी है। सानू अतवादी बोलता, वखवादी बोलता। मोदी जे अपने बाप का पुत है, अपने प्यो का, ये अपने प्यो का जम्मिया, इस देश का वासी है, तो साडियां मंगां नूं मंजूर कर, नहीं तो असीं मरना भी जानते हैं, मारना भी जानते हैं, अपने हकों की कुर्बानियां देनियां भी जानते हैं। मोदी बोल यस सर। ਉਹ ਸਾਡੇ ਨਾਲ ਆ, ਮੋਢੇ ਨਾਲ ਮੋਢਾ ਲਾ ਕੇ ਖੜੇ ਆ। ਜਿੱਦਾਂ ਦਾ ਵੀ ਇਹ ਮੰਗ ਤੋਂ ਕੋਈ ਅੰਦੋਲਨ ਪੰਜਾਬ ਦੇ ਨਾਲ ਚਾਹੁੰਦਾ ਤਾਂ ਅਸੀਂ ਹੋਰ ਨਹੀਂ ਘਟਾਉਂਦੇ। खालसा वाहिगुरू जी फतेह। मैं मोदी जी एक ही गल कहना चाहता कि अगर पुलिस वाले और फौजी 2 दिन की हड़ताल कर देन तो मोदी मन जूगा। फौजी साहब किसान भी तुहाडे ने और फौजी भी साडे ने, दोनों का योद्धी होगा, कौन मरूगा? साडे परिवार जाणगे, किसी का कुछ नहीं जाना। मोदी साहब एक ही रिक्वेस्ट है कि ज़्यादा मन जाओ, नहीं तो फौज मन जाए तो ज़्यादा वधिया। भाई जी 2 घंटे में मोदी बनूगा, 2 घंटे में। वाहिगुरू जी का खालसा, वाहिगुरू जी। Mr. Narendra Modi as well as Agriculture Mr. Narendra Tomra, that this bill should be back, this bill should be cancelled. At through your channel, you are from Tamil? Kerala. Through your Kerala channel, I want to give a message to Honorable Prime Minister Mr. Narendra Modi that he has to take this bill back. Until unless this bill will be back, we will not go back to our homes safely. Our dead bodies will go back to our homes. And this is the message. So I am thankful to your this channel. Why? Because in democratic countries, the media is the fourth leg of the this democratic countries. So through your channel, I must say thankful to you. Holy sector of kindness. One more thing,
I will tell you, I will suggest you that these 82 and 92 years old are, and these people are sitting in the civilian cold and they are sleeping in the open air. You are being the prudent, being the king of this India, you are sleeping in the AC's room. You must feel shame on your part that you are sleeping in the AC's room and they are sleeping in the severe cold, and 3 years, 4 years kids, daughters, son are lying in the open air. So these bills, this matter should be resolved through on a fast track. It should be resolved. It should be taken back. I will ask your this thing, Honorable Prime Minister Mr. Modi, and that he is the chowkidar of the Ambani's and Adani's big bureaucrats. I must deliver one message more. He is styling himself the chai wala. Now he has taken panga with dudh wala. So it's over to him now. Yes, I must say thankful to you for the sake of kindness. As at least you have given me a chance to speak on your channel. Thank you. अडानी को दे दिया काम, हमारे पास कुछ नहीं रहा और कम से कम 60,000 एम्प्लॉइज हमारे वॉलंटरी रिटायरमेंट भेज दिए। अच्छा, अब एम्प्लॉइज बचे ही नहीं, काम कैसे होगा? अब ये पहले अकेला महकमा था जिसमें 13 लाख एम्प्लॉइज काम करते थे, आज के दिन रोज रोज घटते जा रहे हैं। रिटायरमेंट भी आ रही है, भर्ती बंद कर दी। अब इनकी एक ही सोच है, किसी तरह MTNL, BSNL इसको बंद कर दे, रेलवे को बंद कर दे, बाकी सेंट्रल गवर्नमेंट के जितने भी महकमे हैं सभी एम्प्लॉइज आज के दिन दुखी है सरकार से। साहब का कहने में देश नहीं बिकने दूंगा। नहीं, वो ठीक कह रहे हैं, वो तो यही कहेंगे ना, लेकिन ये तो सबके सामने हालात है, आप लोगों के सामने सब दिख रहा है क्या हालत पैदा हो गई है। नहीं तो टेलीफोन विभाग जब सरकारी महकमा था, जब नंबर 1 पे था और अच्छी फैसिलिटी मिलती थी, सब्सक्राइबर को कोई भी कहीं भी कोई शिकायत नहीं थी। आज के अंबानी अडानी लूट रहे हैं, किसी रेट में कुछ भी करें, और एक दिन ऐसा आ जाएगा अगर सारे हिंदुस्तान के एम्प्लॉइज इकट्ठे होकर नहीं लड़ेंगे और ये साथ नहीं देंगे तो ये കർഷകരുടെ സമരം 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 73 വർഷത്തിൽ ഇത്രയും വിപുലവും ആഴമേറിയതുമായ ഒരു സമരം രാജ്യം കണ്ടിട്ടില്ല. ഈ സമരത്തിൻ്റെ സവിശേഷത ഇത് ഏതെങ്കിലും ഒരു സാമ്പത്തിക മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സമരമല്ല, മറിച്ച് ഈ സമരം ഈ രാജ്യത്തെ കർഷകരുടെ നയപരമായ ഈ തെറ്റായ ഒരു സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണ്. ആ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് നടക്കുന്നത്. ആ നയങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് എതിരായിട്ടുള്ള കർഷകരുടെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയമാണ്. അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക മുദ്രാവാക്യത്തിൽ ഒരു 100 രൂപ കൂടുതൽ ചോദിച്ചു, അതിന് മുകളിൽ ഒരു ഒത്തുതീർപ്പാക്കി 60 രൂപ അല്ലെങ്കിൽ 70 രൂപയ്ക്ക് തീരുമാനമെടുക്കാം എന്ന് പറയാവുന്ന പോലുള്ളൊരു സമരമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഇതൊരു ദീർഘകാല സമരമാണ്. മറ്റൊന്ന്, ഈ സമരത്തിലെ ഐക്യമാണ് പ്രധാനം. ഈ സമരത്തിൽ ഏതാണ്ട് കർഷകരുടെ ഇടയിലുള്ള വിവിധ വർഗ്ഗങ്ങൾ, ഇടത്തരം കൃഷിക്കാർ, ദരിദ്ര കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, ഇവരുടെ എല്ലാം തന്നെ വലിയൊരു പങ്കാളിത്തം ഈ സമരത്തിൽ കാണാം. എന്നാൽ അവർ മാത്രമല്ല, ധനിക കർഷകർ, അതുപോലെ മുതലാളിത്ത കൃഷിക്കാർ, അതുപോലെ മുതലാളിത്ത ഭൂപ്രഭുക്കൾ തുടങ്ങി ലാൻഡഡ് പ്രസൻട്രി എന്ന് നമ്മൾ പറയുന്ന ഭൂമിയുള്ള കർഷക വിഭാഗങ്ങൾ, ധനിക കർഷക വിഭാഗങ്ങൾ, അവരുടെയും കൂടി ഒരു വലിയ പങ്കാളിത്തം ഈ സമരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് മുമ്പുള്ള ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് കർഷകർക്കിടയിലെ വ്യത്യസ്തമായ വർഗ്ഗ വൈജാത്യങ്ങളെ മറികടക്കുന്ന വിധത്തിലുള്ള കർഷക ഐക്യം ഇവിടെ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുക. അതിന് കാരണം ഈ കാർഷിക മേഖലയിലെ പ്രതിസന്ധി, പ്രത്യേകിച്ചും ഈ രാജ്യത്തെ മുഴുവൻ കർഷകർക്കും അവരെ വലിയ രൂപത്തിൽ ദോഷകരമായി ബാധിക്കുന്ന തിരിച്ചറിവ് സമ്പന്ന കർഷക വിഭാഗത്തിൽ കൂടി ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സമരം നടക്കുന്ന കാലഘട്ടമാണ്. ഈ സമരം നടക്കുന്നത് ലോകത്താകെ മുതലാളിത്ത പ്രതിസന്ധി ഒരു വ്യവസ്ഥാ പ്രതിസന്ധിയായി മാറിയ കാലഘട്ടത്തിലാണ് ഈ സമരം നടക്കുന്നത്. 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ, മഹാമാന്ദ്യത്തിൻ്റെ സമാനമായ വിധത്തിലുള്ള ഒരു വ്യവസ്ഥാ പ്രതിസന്ധിയാണ് ലോക മുതലാളിത്ത രാജ്യങ്ങളെ ആകെ ഗ്രസിച്ചിരിക്കുന്നത്. ആ മുതലാളിത്തമാകപ്പെട്ട പ്രതിസന്ധി, അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ കർഷകരെയും തൊഴിലാളികളെയും കടന്നാക്രമിക്കുകയാണ്. കർഷകർക്ക് മിനിമം വില നിഷേധിച്ചും അതുപോലെ തൊഴിലാളികൾക്ക് മിനിമം കൂലി നിഷേധിച്ചും വളരെ ശക്തമായ ഒരു ചൂഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കർഷകർ തൊഴിലാളിവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകർ അവരുടെ ഭൂമി നഷ്ടപ്പെട്ട്, അവിടെ കന്നുകാലികൾ നഷ്ടപ്പെട്ട് അവർ കടക്കണിയിലാവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന വിധത്തിൽ വരികയും അവസാനം നിവൃത്തിയില്ലാതെ
അവർ കൂലി തൊഴിലാളികളായി, പ്രവാസി തൊഴിലാളികളായി മാറുകയുമാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് 23 കോടിയിലേറെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഒരു ദിവസം ഏതാണ്ട് 2038 കർഷകർ നമ്മുടെ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഈ രൂപത്തിൽ കർഷകരുടെ ഈ സൂചിപ്പിച്ച രൂപത്തിലുള്ള തൊഴിലാളിവൽക്കരണം എന്ന പ്രക്രിയ കൂടി നടക്കുന്നുണ്ട്. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും ഐക്യം, ആ ഐക്യമാണ് ഏറ്റവും പ്രധാനം. അത് 1964 CPIM-ന്റെ പാർട്ടി പരിപാടിയിൽ അവർ വളരെ കൃത്യമായത് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഈ ഘട്ടമെന്ന് പറയുന്നത് കാർഷിക വിപ്ലവത്തിൻ്റെ ഘട്ടമാണ്. അത് നടത്താൻ തൊഴിലാളികളുടെയും കർഷകരുടെയും ഐക്യമാണ് പ്രധാനം. ഇന്നിപ്പോൾ ഈ 70 വർഷത്തിനകത്ത് ആ തൊഴിലാളികളുടെയും കർഷകരുടെയും ഐക്യത്തിൻ്റെതായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു സമീപനം ഇത് എടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. E ho trovato l'invaso, oh partigiano, portami via, oh bella ciao, bella ciao, bella ciao, 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 partigiano, portami via, che mi sento di morire. E se io muoio da partigiano, oh bella ciao, bella ciao, bella ciao, ciao, ciao. E se muoio da partigiano,